ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ സിബിൻ പെട്ടു. കാരണം ജിൻഡോയുടെ കേസിൽ ജിൻഡോയുടെ അടുത്ത് കാലേ വാരി നിലത്തടിക്കുമെന്ന് റസ്മിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞത് സിബിനാണ്. അവസാനം ഇത് ജിൻഡോ തെറ്റുകാരനായിട്ട് മാറിയപ്പോൾ ജിൻഡോക്ക് ശിക്ഷ കൊടുക്കണം എന്നൊരു ഓപ്ഷൻ അവിടെ വന്നു. പക്ഷേ ശിക്ഷ കൊടുക്കാൻ പറ്റൂല, കാരണം ഇളക്കി വിട്ടത് ആരാണ്? സിബിനാണ്. അപ്പോൾ ഈ സംഭവം ഞാനാണ് ഇളക്കി വിട്ടതെന്ന് സിബിന് പറയാനും പറ്റത്തില്ല. എന്നാൽ തെറ്റ് പറഞ്ഞിട്ടുള്ള ജിൻഡോയെ സിബിന് സേവ് ചെയ്യുകയും വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ പെട്ടെങ്കിലും അതിൻ്റെ പിറകിൽ അതിൻ്റെ മുകളിലിരിക്കുന്ന സിബിനാണ് ഇവിടെ പെട്ടുപോയത്. ജിൻഡോയെ സേവ് ആക്കാൻ വേണം, എനിക്ക് അതിൻ്റെ മുകളിൽ സേവ് ആവാൻ വേണം. ആകെ മൊത്തം പെട്ട അവസ്ഥയാണ്. ജിൻഡോയെ പെടുത്തി കഴിഞ്ഞാൽ സിബിനും അവിടെ പെടും. ലാലേട്ടൻ വീക്കെൻഡിൽ വന്നിട്ട് യഥാർത്ഥത്തിൽ ജിൻഡോയെ ഇളക്കി വിട്ടത് ഈ സിബിനാണ് എന്നുള്ള ഈ ഒരു വീഡിയോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സിബിൻ്റെ ഗെയിം തീർന്ന്. കാരണം വീട്ടുകാരെ ഫുള്ള് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന അവർ കണ്ടുപിടിക്കും. സിബിന് ഓർമ്മയില്ലാത്തതാണോ അതോ ജിൻഡോയെ ഇളക്കി വിട്ടതാണോ എന്നൊന്നും നമുക്ക് ഇൻറ്റൻഷ്യലി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗെയിമിൻ്റെ പാർട്ടിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്യുമ്പോഴത്തേക്കും ജിൻഡോയെ ഇളക്കി വിട്ടിരിക്കുന്നത് സിബിനാണ് എന്നേ നമുക്ക് തോന്നത്തുള്ളൂ. ഓക്കെ, പിന്നെ ജിൻഡോ ഇന്ന് ഗബ്രിയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഗബ്രിയുടെ പോക്ക് വൻ ശോകമാണ്, വൻ പടുകുഴിയിലോട്ടാണ്. ഗബ്രിയും പെടും. കാരണം ഈ ഗബ്രി ജാസ്മിനെ എന്താരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി ഡിഫെൻഡ് ചെയ്യും. ശരി ഏത് തെറ്റ് എന്നുള്ള കാര്യമൊന്നും നോക്കൂല. ഇന്ന് ജാസ്മിൻ്റെ കേസിൽ ഓക്കെ ശരിയൊക്കെ തന്നെ, പക്ഷേ ഈ പറഞ്ഞ ഗബ്രി എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് ഗബ്രിയുടെ കാര്യത്തിൽ ഇടപെടും. എന്തിനാണ് ഈ പറയുന്ന ജാസ്മിൻ്റെ കാര്യത്തിൽ പോയി വലിഞ്ഞു കയറി അവിടെ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടി മൊത്തം ഗെയിം ഞാൻ ജാസ്മിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്? എന്നാൽ ശരിക്കും അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല. ആ ഗെയിം കുതിരവണ്ടിയുടെ കയർ കണക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുതിരവണ്ടിയുടെ കയർ പോലെ. അടുത്ത് നോറ ജിൻഡോ ഒരു ഇഷ്യൂ നടന്നു. ജിൻഡോയുടെ ഗ്യാസ് ഇഷ്യൂ നോറ കയറി പിടിച്ചിരിക്കുകയാണ്. ഒന്നാമത് നോറ ഇത്തിരി ഏത് വള്ളി ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ജിൻഡോയുടെ ഒരു ഇഷ്യൂ കിട്ടുന്നത്. അതിൽ കയറി പിടിച്ച അയാൾക്ക് മാനേഴ്സ് ഇല്ല, അയാൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നോറ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതും സിബിൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒഴിവാക്കുന്നു. സിബിനിന് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഈ സംഭവം പുറത്ത് വരുന്നത് വരെ ജിൻഡോക്ക് എഗെയിൻസ്റ്റ് കളിക്കാൻ പറ്റത്തില്ല. കാരണം ജിൻഡോയെ ഇളക്കി വിട്ടത് സിബിനാണ്. അപ്പോൾ ജിൻഡോ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ജിൻഡോ മറ്റേ സാധനം വിളിച്ച് പറഞ്ഞു കളയും. ഏത്? എൻ്റെ അടുത്ത് കാലേ വാരി നിലത്തടിക്കുമെന്ന് പറയാൻ പറഞ്ഞത് ഈ സിബിനാണ് എന്നൊരു ഡയലോഗ് ജിൻഡോ പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ തീർന്നു. അപ്പോൾ അതുകൊണ്ട് സിബിൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജിൻഡോയെ വെറുപ്പിക്കാൻ പറ്റൂല ആ സംഭവം പുറത്ത് വരുന്നത് വരെ. അപ്പം നോറയായിട്ടുള്ള ഈ ഒരു ഇഷ്യൂ സിബിൻ എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്യാണ്. അതിനുശേഷം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു കോംബോ കോർണറിങ് ഗെയിം. നമ്മളെ ഇവിടെ കോർണർ ചെയ്യുന്നേ, നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്നുള്ളൊരു ഗെയിം. ഈ ഗെയിം വിജയിക്കുമോ? ഇത് പുറത്തിപ്പോൾ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇവർ ശരിക്കും കോർണർ ചെയ്യുവാണോ അതോ ഇവർ കോർണർ ചെയ്യപ്പെടുകയാണോ? എന്താണ് സംഭവം? ചലഞ്ചിങ് ടാസ്ക് 2 വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഈക്വൽ പോയിൻസും ഉണ്ട്. പിന്നെ നന്ദനയുടെയും അഭിഷേക് ജയദീപിൻ്റെയും ഒരു പൂമാനമേ ഇഷ്യൂവിൽ രണ്ടുപേരുടെ ഉടക്ക് കൂടുന്നുണ്ട്. അത് നന്ദന പെടും. കാരണം നന്ദന ഈ പമ്മി ഇരുന്നിട്ടുള്ള ഒരു ഒറ്റ ചാട്ടം നന്ദനയ്ക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കും. പിന്നെ ഇന്ന് നോറയ്ക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ ടാസ്കിലൂടെ കുറേ പേരെല്ലാം ആക്കി വെക്കുന്നുണ്ട്. വീട്ടുകാരും ജബ്രിയും, ജാസ്മിനും ഗബ്രിയും ഒരു വശത്ത്, വീട്ടുകാർ ഒരു വശത്ത്. അങ്ങനെയാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് തന്നെ വീട്ടുകാരുടെ ഇടയിൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ നിൽക്കാൻ ഒരു ടീമും സിബിൻ്റെ കൂടെ നിൽക്കാൻ മറു ടീമും, അങ്ങനെ 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം നമുക്ക്. ഇന്നത്തെ ഏപ്രിൽ 17-ാം തീയതിയിലെ ഡേ 38 ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം പോകുന്ന തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ ഇട്ട റിവ്യൂവിൻ്റെ താഴെ വന്നുള്ള കമൻസുകളെല്ലാം ഞാൻ കണ്ടു. എനിക്ക് ഒരു വക മിണ്ടാൻ പറ്റത്തില്ല. ഞാനിവിടെ ഇരിക്കുന്നത് അവരുടെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ആര് എന്ത് ഗെയിം കളിക്കുന്നു അത് എനിക്ക് മനസ്സിലായ രീതിക്ക് അവരുടെ ഗെയിമിനെ പൊളിക്കുക. ഇതാണ് സിബിൻ ചെയ്തത്, ഇതാണ് ജാസ്മിൻ ചെയ്തത്, ഇതാണ് ജിൻഡോയുടെ ഗെയിം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ ഗെയിമിനെ പൊളിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. റിവ്യൂ പറയട്ടെ, ഞാനെന്നല്ല എല്ലാ റിവ്യൂവറും അവരുടേതായിട്ടുള്ള കഴിവ് വെച്ചിട്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഗെയിം പൊളിക്കും. അതിനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഭൂരിഭാഗം പ്രേക്ഷകർ അങ്ങനെ ചിന്തിക്കാം എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ഈ ശനി പരദൂഷണയും കൂട്ടുകടി അങ്ങനെയല്ല. ഇന്നലെ ഞാൻ സിബിൻ്റെ കേസ് ഒരുപാട് പറഞ്ഞു. നിനക്കിനി ലൈക്ക് തരില്ല, നിന്റെ ചാനൽ ഇനി കാണില്ല, നീ ജാസ്മിൻ്റെ PR ആണ്, റസ്മിൻ്റെയും ജാസ്മിൻ്റെയും നോറയുടെയും ആളാണ് നീ. കാരണം നീ ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് നീ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. PR എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരാളുടേത് 1 രൂപയും ഞാൻ വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ ഓരോ ദിവസം റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ ദിവസം ഞാൻ ഓരോരുത്തരുടെ വീതമാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ വന്നൊരു സിബിനെ പറഞ്ഞെങ്കിൽ അതിൻ്റെ തലേന്ന് ഞാൻ വന്നുകൊണ്ടിരുന്നത് സിബിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ഗബ്രിയെ പറഞ്ഞുകൊണ്ടാണ്. ഇതിപ്പോൾ സിബിൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ ജാസ്മിൻ
ജാസ്മിൻ്റെ PR, ജാസ്മിൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സിബിൻ്റെ PR. അപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റുകൾ അണ്ണന്മാരെ കമൻറ്റ് കുഞ്ഞുങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് വീഡിയോ ഇരുന്ന് കാണണം. അതിന് 1 മണിക്കൂർ വീഡിയോ ആയാലും 10 മണിക്കൂർ വീഡിയോ ആയാലും വീഡിയോ ഇരുന്ന് നീയൊക്കെ ആദ്യം മുഴുവൻ കണ്ടിട്ട് വേണം കമൻറ്റ് വന്ന് താഴോട്ട് മറിച്ചങ്ങ് തള്ളാൻ വേണ്ടിയിട്ട്. അല്ലാതെ കൊണ കിടന്ന് അലച്ച് കഴിഞ്ഞാൽ എൻ്റെ വായിരിക്കുന്ന നീയൊക്കെ നല്ലതുപോലെ കേൾക്കും. കാരണം I am not a reviewer that you have ever seen. എനിക്ക് ഈ ഷോ കണ്ടിട്ട് ഞാൻ ബിഗ് ബോസ് ഷോ മലയാളത്തിൽ വരുന്നതിന് മുന്നേ ഹിന്ദി കാണാൻ തുടങ്ങിയെന്ന്, തമിഴ് ഇപ്പം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ പൂർണ്ണമായിട്ടും ഞാനാണ് മികച്ചത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇവരുടെ ഗെയിമിനെ വലിച്ച് പുറത്തേക്ക് ഇടുക എന്നുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറേ പേര് മനസ്സിലാക്കുന്നുണ്ട്, സന്തോഷം. എനിക്കിവരെ ആരെയും പേഴ്സണലായിട്ട് എനിക്ക് ഇവിടുത്തെ ഗ്രഡ്ജ് കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ആര് ജയിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒന്നുമില്ല. ഈ പറയുന്ന അവരവരുടെ നെഗറ്റീവ് കാണിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കണ്ടന്റ് കിട്ടുന്നതും. ഓക്കെ, ഓരോരുത്തർ അതിനകത്ത് പോകുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു, എല്ലാം ശരിയാണ്. ഞാൻ അവർക്ക് സപ്പോർട്ടിനും പോകുന്നില്ല, അവരെ തകർക്കാനും പോകുന്നില്ല. അവരുടെ ഗെയിം പൊളിക്കുക, ഇതാണ് ഗെയിം. ഒരു 5-6 സീസണെ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയാം അൻസിഫെ ഇരിക്കേണ്ട, എണീറ്റ് പോകും, നമുക്കറിയാം എന്താണ് ഗെയിമെന്ന്. ആ ലെവലിലോട്ട് എല്ലാവരെയും എത്തിക്കണം, എല്ലാവർക്കും ഗെയിം മനസ്സിലായി. അതിനാണ് ഞാനിരിക്കുക. അല്ലാതെ അവരെ പോയി ഇന്റൻഷനിൽ ടാർഗറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പോയി നശിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? ഈ PR എന്ന് പറയുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യും. ഒന്നുകിൽ നിങ്ങൾ കയറി ഈ പൊസിഷനിലോട്ട് ഇരിക്കുക, നിങ്ങൾ കയറി ഈ കസേര വന്നിരുന്നിട്ട് നിങ്ങൾ പറയും ഒരിടത്തും തുടരുത്. ഒരു മനുഷ്യനെ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഒരാളെ പോയിട്ട് പേഴ്സണലി പോയിട്ട് ഉപദ്രവിച്ച അവരങ്ങനെയാണ്, എന്തൊരു നീചനാണ് അയാൾ, എന്തൊരു ദുഷ്ടനാണ് അയാൾ, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്നലെ ഞാൻ സിബിൻ്റെ കേസ് എടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സിബിൻ കളിക്കുന്നത് വീട്ടുകാർ മണ്ടരായതുകൊണ്ടാണ്. വീട്ടുകാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ സിബിൻ ഇങ്ങനെ കളിക്കുമോ? കളിക്കാൻ പറ്റത്തില്ല. ജിൻഡോക്ക് എഗെയിൻസ്റ്റ് സിബിൻ കളിക്കുന്നുണ്ടോ? ഇല്ല. സായിക്കെതിരെയായിട്ട് സിബിൻ കളിക്കുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു എപ്പിസോഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും കാണാത്ത കുറേ കമൻറ്റ് കുഞ്ഞുങ്ങളിങ്ങി ഇറങ്ങി ഒരു നേരാകുമ്പോൾ വരും. അത് കാണുമ്പോഴേ അറിയാം PR ആരാണെന്നുള്ളത്. കാരണം PR കമൻറ്റുകൾ വീഡിയോ ഇട്ട് 1 സെക്കൻഡ് 2 സെക്കൻഡിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത ഇത്തരമുള്ള കമൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ PR ഏതാ അല്ലാത്തതാണെന്ന്. പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിനെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വിത്തിൻ 1 സെക്കൻഡിനകത്ത് വന്ന പോസ്റ്റുകളും അല്ലെങ്കിൽ കമൻറ്റുകളും ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അവരെയൊക്കെ എക്സ്പോസ് ചെയ്യാം. വേണ്ട, PR പണിയൊക്കെ നല്ലത് തന്നെയാണ്, അവരൊക്കെ തുടർന്നോട്ടെ. എനിക്കതിൻ്റെ യാതൊരുവിധ ആവശ്യമില്ല. ഞാൻ എൻ്റെ പണിയാണ് ചെയ്യാൻ വരുന്നത്. ഇനി എത്ര കുരി പൊട്ടിയിട്ടും എത്ര അണ്ണന്മാർ അവിടെ കിടന്ന് കോവി വിളിച്ചാലും അണ്ണികൾ കിടന്ന് അയ്യോ നമ്മൾ അണ്ണനെ, അയ്യോ നമ്മൾ അണ്ണിയെ എന്ന് പറഞ്ഞ് കോവി വിളിച്ചാലും ഞാൻ എൻ്റെ പണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ ഘോര കുരച്ചോ? ഓക്കെ, കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയാണ് ഞാൻ പോയത്. ഇത്തവണ എനിക്കിവിടെ എത്തിക്കുള്ള പവറാണ്. കാരണം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 5 സമയത്ത് എനിക്ക് ഒന്നുമില്ലാതെയാണ് ഞാൻ കയറി വന്നത്. ഇത്തവണ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് നല്ല വ്യൂവേഴ്സ് ഉണ്ട്, അവർ മനസ്സിലാക്കിയാൽ മതി ഗെയിം. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഇന്നലെ രാത്രിയിലത്തെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഡേ 37 അൻസിബ രാത്രി ജാസ്മിനും ഗബ്രിയും കൂടെ റൂമിൽ ഇരിക്കുമ്പോൾ പോയി പറയുന്നുണ്ട്, ജാസ്മിനെ വാ, ബാത്റൂമിൻ്റെ ഡ്യൂട്ടി ഇല്ലേ നിനക്ക്? ഇല്ല, ഞാൻ വരില്ല, ഞാൻ ചെയ്യില്ല. ജാസ്മിൻ ഗബ്രിയുടെ പറയാണ്, സിബിൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടാ, സിബിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കാൻ പോണില്ല, ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ സിബിൻ പറഞ്ഞു നീ പണിയെടുക്കണ്ട എന്നെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തായാലും പണിയെടുക്കാൻ പോകുന്നില്ല. അൻസിബ നേരെ പോയി പവർ ടീമിൻ്റെ അടുത്ത് ക്യാപ്റ്റൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നു. ജിൻഡോ വരുന്നു, ജാസ്മിനെ പോയി പണിയെടുക്ക്. ഇല്ല, എൻ്റെ അടുത്ത് പവർ ടീമിലെ ഒരാൾ തന്നെ പറഞ്ഞു എന്താ ഈ ജോലി ചെയ്യണമെന്ന്, അതുകൊണ്ട് ഞാൻ എന്തായാലും ജോലിയൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. സിബിൻ എൻ്റെ പറഞ്ഞു ചെയ്യേണ്ടത് ഞാൻ ചെയ്യില്ല. അപ്പോൾ സിബിൻ വന്നിട്ട് പറയാണ്, തിന്ന് കുടിച്ച് നീ ഇവിടെ കഴിഞ്ഞോടി, ഒരു പ്രോബ്ലം അല്ല, നമ്മുടെ ഔദാര്യം. നീ പണിയെടുക്കൂലല്ല, നീ പണിയെടുക്കണ്ട, നീ തിന്ന് കുടിച്ച് ഇവിടെ കിടന്നോ, നമ്മൾ ഔദാര്യമായിട്ട് നീ ഇവിടെ കിടന്നോ, നീ പണിയെടുക്കണ്ട. അപ്പോൾ ജാസ്മിൻ പറയാണ്, ഇതൊന്നും ആരും കാണുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നും ആരും കാണുന്നില്ലേ? പട്ടി ആട്ടി ഓട്ടിക്കും പോലെയാണ് ഞാൻ സിബിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും സിബിൻ എന്നെ ആട്ടി ഓടിച്ചത്. എന്നിട്ട് ഈ കാര്യം ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഔദാര്യം പോലും എന്ന് നന്ദന എടുത്തും അപ്സര എടുത്തും അഭിഷേക് ശ്രീകുമാറൊക്കെ ഇരിക്കുന്ന സമയത്ത് പറയുവാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ജാസ്മിൻ ഇന്നലത്തെ എപ്പിസോഡ് നൈറ്റിൽ നമ്മുടെ സിബിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയുമ്പോൾ സിബിൻ അവോയ്ഡ് ചെയ്ത് പോടി എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട്. ഈ സംഭവമാണ് ജാസ്മിൻ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് തെറ്റാരുടെ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിബിന് മിണ്ടാൻ പറ്റൂല. കാരണം ജിൻഡോയെ ഇളക്കി വിട്ടത് സിബിനാണ്. അപ്പോൾ ഈ കേസ് എടുത്ത് വാദിച്ചു കഴിഞ്ഞാൽ സിബിൻ കുടുങ്ങും. അതുകൊണ്ടാണ് സിബിൻ എന്ത് ചെയ്യുന്നത്, ജാസ്മിനെ മാറ്റി നിർത്തുന്നത്. പക്ഷേ ജാസ്മിൻ വിചാരിക്കുന്നത് ജാസ്മിൻ ഇത് അറിഞ്ഞില്ലല്ലോ. ജാസ്മിൻ പോയി ഈ സംഭവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗബ്രി തലപൊക്കി ഇങ്ങനെ ഈ പാമ്പിനെ കണക്ക് തലപൊക്കി പെട്ടെന്ന് വരികയാണ്. കാരണം ജാസ്മിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഗബ്രി അവിടെ വരും. ജാസ്മിൻ്റെ തലയിൽ പേനിരിക്കുന്നോ, കാലുറുമ്പ് കടിച്ചോ, ഗബ്രി ചാടി വരും. ഗബ്രി എന്നിട്ട് പറയണം, എടാ ഇവിടെ ഔദാര്യത്തിൽ കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് നീ പറയുന്നത് ശരിയോ തെറ്റോ? സിബിൻ്റെ നേരെ നീ ശരിയാണോ തെറ്റാണോ പറയുന്നത്? 10 പേര് ഒരുമിച്ച് ഒരു ടീമായിട്ട് മാറി 2 പേരെ കോർണർ ചെയ്യപ്പെടുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ലടാ. ഏത് കോർണറിങ് ഗെയിം? പുതിയത് കോർണറിങ് ഗെയിം. എന്നെയും ജാസ്മിനെയും കോർണർ ചെയ്യപ്പെടുന്നുവെന്ന് പുറത്തൊരു ഔട്ട്പുട്ട് വിടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി അങ്ങോട്ട് എടുത്തു വരുന്നു. അപ്പോൾ സിബിൻ പറയാണ്, എന്താണ് നിനക്ക് കാണേണ്ടേ? വാടാ
പാടാ രണ്ടുപേരുടെ നേർക്ക് നേരെ പോകുന്നു. ഇവിടെ ജാസ്മിനും ഗബ്രിയും കൂടെ പുറത്തൊരു കോർണറിങ്. ഞാൻ പറഞ്ഞ ഈ ജാസ്മിൻ ഇവർ പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഗബ്രി മൊത്തം മണ്ടത്തരം കാണിച്ച് കോർണറിങ് ഗെയിം പോലെ ആക്കുകയാണ്. ജാസ്മിൻ ആണെങ്കിൽ തത്തയ്ക്ക പത്തയ്ക്ക ഇതൊന്നും അറിഞ്ഞൂടാ വരട്ടത്തിരിക്കുന്നു. ജാസ്മിൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗബ്രി വന്നിട്ട് ജാസ്മിനെ പെടുത്തും കുരുക്കിയിട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ജാസ്മിൻ പോയിട്ട് ഈ കേസ് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ജാസ്മിൻ ഗബ്രിയെ വാൺ ചെയ്യണം. എനിക്ക് എൻ്റെ കാര്യം ചോദിക്കാൻ അറിയാം ഗബ്രി, നീ നിൻ്റെ കാര്യം കളി. ഇത് ഈ ഗബ്രി വിടൂല. അതുപോലെ തന്നെ ഗബ്രിയുടെ കാര്യം വരുമ്പോഴും ജാസ്മിൻ ഇതുപോലെയാണ്. ജാസ്മിൻ ഇറങ്ങി മുന്നോട്ട് നിൽക്കും. ഇവർക്ക് രണ്ടുപേർക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ അറിഞ്ഞൂടെ? ഗബ്രിയുടെ കാര്യം ഗബ്രി നോക്കട്ടെ, ജാസ്മിൻ്റെ കാര്യം ജാസ്മിന് നോക്കട്ടെ. ഇവർ ഒരാളുടെ കാര്യം വരുമ്പോൾ മറ്റേ ആൾ പോയി ചാടി ഇതിൽ വന്ന് വീടിന് അവരുടെ പേരെടുത്ത് പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഇത് അവരുടെ പേരും പറയില്ല, ഒന്നും പറയില്ല. എന്നാലും ജാസ്മിനെ പറഞ്ഞോ ഗബ്രി ചാടി വരും, ഗബ്രിയെ പറഞ്ഞോ ജാസ്മിൻ ചാടി വരും. പക്ഷേ ഇത് ഇനി നടക്കാൻ പോണ ഒരു സംഭവമുണ്ട്. നമുക്കറിയായിരിക്കും, നമ്മൾ ആദ്യം ചില കണ്ടസ്റ്റൻസ് നമ്മൾ കാണുമ്പോഴത്തേക്ക് അവരുടെ ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കാണുമ്പോൾ നമ്മളവരെ വിറക്കും. പുറമേയുള്ള നമ്മുടെ മലയാളം ബിഗ് ബോസിനെ വിറക്കും. എന്നിട്ട് ഇതിനകത്ത് അപ്പം ഇവരെ പുറത്തുള്ള ആൾക്കാർ വിറക്കും. അപ്പോൾ ഈ വീട്ടിനകത്തുള്ള ആൾക്കാരും ഇവരെ വിറക്കും. അപ്പം എന്ത് ചെയ്യും? ഇവർക്ക് ഓട്ടോമാറ്റിക്കലി സപ്പോർട്ട് വരും. അതാണ് ഇനി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ നടക്കാനുള്ള ഫൈനൽ സംഭവം. ബാക്കിയെല്ലാം അവരെ വെറുത്ത് അങ്ങേ അറ്റം ആക്കിയിട്ടിരിക്കുകയാണ് പ്രേക്ഷകർ. ഇനി ഈ വീട്ടുകാർ ഫുള്ള് ഇപ്പോൾ അവരെ കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന സംഭവം അവർ കോർണർ ചെയ്യുന്നതോ ഉള്ളത് പറയുന്നതോ എന്തായാലും സംഭവം കോർണറിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം എന്താണ്? അവർ ജാസ്മിനും ഗബ്രിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, പോക്ക് കേസാണ്, വിട്ട കേസാണത്. അവരുടെ ഈ കേസെടുത്ത് വീട്ടുകാർ ചർച്ച ചെയ്യുന്നത് പുറത്ത് അയ്യോ പാവം കുറേ നമ്മൾ എന്തൊക്കെ ചെയ്ത് നമ്മളും അവരെ കുറ്റം പറയണം. ഇപ്പോൾ വീട്ടിലുള്ളവരും കൂടെ കുറ്റം പറയണം. വേണ്ട ഇനി മതി, കുത്താം പാവം ഓട്ട് കുത്താം. അപ്പോൾ ഈ മൈൻഡിലോട്ട് വീട്ടുകാരെ തന്നെയാണ് ഇറക്കി കൊടുക്കുന്നത്. വീട്ടുകാർ മാറി കളിച്ചില്ലേ, ജാസ്മിൻ ഗബ്രി കണ്ടന്റ് വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുന്നോ, അവർക്ക് തന്നെ സപ്പോർട്ട് പുറത്ത് കിട്ടും. അത് ബിഗ് ബോസിൻ്റെ ഒരു സംഭവമാണ്. സീസൺ 2 നമ്മൾ കണ്ടതാണ്. രജിസാറിന് എങ്ങനെ സപ്പോർട്ട് കിട്ടിയത്? രജിസാർ ഒറ്റയ്ക്ക് പോയിരുന്നു, കോർണർ ചെയ്യപ്പെട്ടു. സീസൺ 3 DFKക്ക് എങ്ങനെ സപ്പോർട്ട് കിട്ടി? DFK ഒറ്റയ്ക്ക് പോയിരുന്നു, കോർണർ ചെയ്യപ്പെട്ടു. സീസൺ 4 റോബിൻ. പുറത്ത് ആൾക്കാർ ആദ്യം വെറുത്തു, വീട്ടുകാരും വെറുത്തു, അവർ കോർണർ ചെയ്യപ്പെട്ടു. എങ്ങനെ സപ്പോർട്ട് വന്നു? അതുപോലെ അഖിൽ മാരാറുടെ കേസ് ആദ്യം ആൾക്കാർ ഇവ എന്തൊരു കാണിക്കുന്നത് എന്നെല്ലാം തോന്നി. അവസാനം വീട്ടുകാർ തുടക്കത്തിൽ ഇയാളെ പുറത്താകണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ 10-20 ദിവസത്തിനകത്ത് തന്നെ അതാണ് വിന്നർ എന്നുള്ള കാര്യം പുറത്തും തീരുമാനമായി അകത്തും തീരുമാനമായി. ആ ലെവലിലോട്ട് പോവല്ലേ എന്നാണ് പറയാനുള്ളത്. പക്ഷെ വിന്നറൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആൾക്കാരെടുത്ത് തലയിലോട്ട് വെക്കും. കുറേ ഇനി വീട്ടുകാർ കോർണർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെടുത്ത് തലയിൽ വെക്കും. എസ്പെഷ്യലി ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട് കരഞ്ഞൊക്കെ കാണിക്കുമ്പം ഇവിടെ ഉള്ളവരെടുത്ത് തലയിലോട്ടങ്ങ് വെക്കും. ഗബ്രിയുടെ കേസും കുറേ പോകുമ്പോൾ അയ്യോ പാവം ചെറുക്കായി എന്നുള്ള ലെവൽ. അപ്പോൾ വീട്ടുകാർ തന്നെയാണ് ഗെയിം മാറ്റി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. ഓക്കെ, അടുത്ത് സിബിനും ഗബ്രിയും കൂടെ നേരിട്ട് അടിയുണ്ടാക്കാൻ പോവേണേ. അപ്പോൾ സിബിൻ പറയണേ, എടാ നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നീ മുട്ടിലഴഞ്ഞേ ഇവിടെ നിന്ന് പോവുള്ളൂ, നീ കരഞ്ഞുകൊണ്ട് പോയി അവിടെ ഇരി എന്ന് പറയുമ്പോൾ ഈ മുട്ടിലഴഞ്ഞേ പോവുള്ളൂ എന്ന് പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റാണ്. അത് ഭീഷണിയുടെ സ്വരോ എന്തോ ആവട്ടെ, ലാലേട്ടൻ വരുമ്പോൾ ഒരു പക്ഷേ ഈ കേസെടുത്ത് ചോദിക്കാനും ഒരു സ്ട്രൈക്ക് കാർഡ് കിട്ടാൻ പോലും ചാൻസ് ഉണ്ട്. ഇപ്പോൾ തമിഴ് ബിഗ് ബോസിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് മലയാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ട് തമിഴ് ബിഗ് ബോസിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അതിനുശേഷം ശരണ്യ പറയുന്നത്, എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്സര ജാസ്മിനെ, പല ഡ്രാമകളാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, വി ആർ നോട്ട് ഫൂൾസ് എന്ന് പറയാണ്. ശരണ്യ വരുന്ന ഈ ഒരു കേസിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ ശരണ്യക്ക് ഇന്ന് ഞാൻ നോക്കിയിട്ട് റോളൊക്കെ കുറവായിരുന്നു, പക്ഷെ പറയുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അടുത്ത് അഭിഷേക് ശ്രീകുമാർ ഗബ്രിയുടെ അടുത്ത് പറയാണ് പിന്നീട്, നീ ആദ്യം നിർത്തടാ. അവൻ നിർത്തി. സിബിനും ഗബ്രിയും കൂടെ യമണ്ട മടക്കാണ്, നീ ഒന്ന് നിർത്ത്. അപ്പോൾ ഗബ്രി പറയാണ്, 12 പേരുടെ രാജാവിനെ നീ പോയി ആദ്യം തള്ളി മാറ്റി, എന്നെ നീ തള്ളി മാറ്റേണ്ട ശ്രീകുമാർ, നീ പോയി 12 പേരുടെ രാജാവുണ്ടല്ലോ, നീയൊക്കെ അപ്പോൾ അവനെ സ്തുതി ഗീതം പാടിയല്ലേ നടക്കുന്നത്. പവർ ടീം, നിങ്ങൾ നെസ്റ്റ്, പിന്നെ ടണൽ, നിങ്ങൾ 3 ടീമും കൂടെ അവനെ സ്തുതി പാടിയാണ് നടക്കുന്നത്, നിങ്ങൾ പോയി അവനെ പിടിച്ച് മാറ്റി. അപ്പോൾ ജാൻമണി പറയാണ്, ഗബ്രി നിനക്ക് നാക്ക് മാത്രമേ ഉള്ളൂ, നിനക്ക് ഇവിടെ വേറെ ഒന്നും പറയാനൊന്നും അറിയില്ല, നിനക്ക് നാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗബ്രി പറയാണ്, സ്വഭാവം ശരിയല്ലാത്തവർ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ആരാ പറഞ്ഞെന്തോ, സ്വഭാവം ശരിയല്ലാത്തവർ എൻ്റെ സംസാരിക്കണ്ട. കുറച്ച് കഴിയുന്നു, ഗബ്രിയും സിബിനും കൂടെ അടുത്തടുത്തിരിക്കുകയാണ്. ഇവിടെ നടക്കൂല, ഇവിടെ ഒരു പരിപാടി നടക്കൂല. ഗബ്രി പറയണം. അപ്പോൾ ജിൻഡോ പറയാണ്, സിബിനെ നീ പോയി കിടന്ന് ഉറങ്ങ്, ബോംബെയിൽ നിന്നും സൈക്കാട്രിസ്റ്റ് കാണാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് ഗബ്രിയെ കളിയാക്കുവാണ്. അപ്പോൾ ജാസ്മിൻ സൈക്കാട്രിസ്റ്റോ എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ ജിൻഡോയ്ക്ക് പണി വീഴും. ഇവരെ കാണാൻ വന്നത് സൈക്കോളജിസ്റ്റാണ്. ഈ ജിൻഡോ സൈക്യാട്രിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തിനടുത്ത് ഗബ്രിയും ജാസ്മിനൂടെ കത്തിച്ചു കഴിഞ്ഞാൽ ജിൻഡോ പെടും. സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും രണ്ടാണ്. നമുക്ക് വട്ടാണെന്ന് ജിൻഡോ ആരോപിച്ചു, സൈക്യാട്രിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ പെടും. ഇത്രയാണ് മെനിങ്ങാന്ന് രാത്രി നിന്ന സംഭവം. ഇനിയാണ് ആക്ച്വൽ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. രാവിലെ വേൽമുരുക ഹരോഹര ആ പാട്ടൊക്കെയാണ്. ജാൻമണി രാവിലെ തന്നെ കിച്ചണിൽ ഭക്ഷണം ഇരിക്കുകയാണ്, ഒരു പ്ലേറ്റ്. ഇതാരുടെ ഭക്ഷണമാണ് അപ്സര?
അപ്സര ഇത് ആരുടെ ഭക്ഷണം? അപ്പോൾ അപ്സര പറഞ്ഞു അത് ജാസ്മിന് വേണ്ടിയിട്ട് ഇന്നലെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ജാൻമൺ പറഞ്ഞു ഇന്ന് മുതൽ ഇവിടെ പാത്രം വാഷ് ചെയ്ത സൈഡിൽ ഇവിടെ ഇങ്ങനത്തെ പാത്രം ഒന്നും വെക്കാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ ഫുഡിലോട്ട് കാണിക്കുന്നത് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ട്. ഇവിടെ റെസ്പെക്റ്റ് ഇവിടെ എന്താ ഇല്ലാത്ത? അപ്സര പറയാണ് അത് ഗബ്രി ഇന്നലെ ജാസ്മിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് മൂടി വെച്ചിരുന്നതാണ്. പിന്നീട് അത് ഇവിടെ ജാസ്മിൻ കഴിച്ചില്ലേ? അപ്പോൾ പിന്നീട് അപ്സര ജാസ്മിനെ പറയാണ് ജാസ്മിനെ ഇന്നലെ നീ ഫുഡ് കഴിക്കാൻ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോ? അപ്പം ജാസ്മിൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ കഴിക്കാൻ വേണ്ടി? ആയിരിക്കില്ല പറഞ്ഞു. അപ്പോൾ ജിൻഡോ പറയാണ് 1000 പോയിന്റ് ഇവിടെ കട്ട് ചെയ്തിരുന്നത് ഫുഡ് കഴിക്കാതെ ഫുഡിൻ്റെ കേസ് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ 1000 പോയിന്റ് കട്ട് ചെയ്തത്. അപ്പോൾ ജാസ്മിൻ പറയാണ് ഞാൻ പറഞ്ഞോ എനിക്ക് ഫുഡ് വേണമെന്ന്? ഞാൻ ഇന്നലെ വേണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ജിൻഡോ പറയാണ് ആളിവിടെ ഒരു പണി എടുക്കുന്നില്ലെന്നേ, ഇവിടെ വന്ന് വെറുതെ തിന്ന് കുടിച്ചിരിക്കുകയാണ്. അപ്സര പറയാണ് ഫ്രിഡ്ജിലെങ്കിലും വെക്കാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു എനിക്കത് ഓർമ്മ വന്നില്ല. അല്ല എന്ന് ജാസ്മിൻ്റെ പറയണം ഫ്രിഡ്ജിലെങ്കിലും വെക്കാനുള്ള മര്യാദ ഇവിടെ ഉള്ളവർ കാണിക്കണമായിരുന്നു. പക്ഷേ അപ്സരയുടെ കിച്ചൺ ടീം. അപ്പോൾ ഗബ്രി പറയാണ് എങ്കിൽ ഭക്ഷണം നീ കൊടുക്കൂല എന്ന് പറയുമോ? ഇവിടെ പണി അപ്പം ജിൻഡോ പറയാണ് പണി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇവിടെ പണിയെടുത്തില്ലെങ്കിൽ നീ എന്താ ആഹാരം കൊടുക്കൂലേ ജിൻഡോ ജാസ്മിന്? വീണ്ടും ഗബ്രി വന്ന് ജാസ്മിൻ്റെ കേസിൽ ചാടി ഇടപെടും. അപ്പോൾ റസ്മിൻ പറയാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ജിൻഡോ പറഞ്ഞത് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, ഫുഡ് കൊടുക്കൂല എന്നുള്ള രീതിയിലാണ് ജിൻഡോ സംസാരിച്ചത്, റോങ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നീട് ജാസ്മിനും ജിൻഡോയും കൂടെ സംസാരിക്കുകയാണ്. ജാസ്മിൻ പറയാണ് കിച്ചൺ ടീമിനോട് മുഴുവനും ഞാൻ പറഞ്ഞിരുന്നതാണ് ഞാൻ ഫുഡ് കഴിക്കില്ല, എനിക്ക് വേണ്ട, ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ജിൻഡോ നിങ്ങൾ വന്ന് നടന്ന് ചാടണ്ട. പിന്നീട് പൂജയെ മനസ്സിലാക്കണം സംസാരിക്കുന്നത്. പൂജ പറഞ്ഞു ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം എന്തിനാണ് ഇവരിങ്ങനെ വലുതാക്കുന്നത്? അപ്സര പറഞ്ഞു എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ മിസ്റ്റേക്ക് ആയിട്ടെടുത്തോളാം, ഞാനാണ് കിച്ചൺ ടീം, അപ്പം ഞാനായിരുന്നു ഫുഡ് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ജാൻവരി പറയുന്നത് നോ നോട്ട് യു അപ്സര, നീ എന്തിനാണ് മാപ്പ് പാടി ഇതിൻ്റെ കൂടി കാര്യമില്ല. അപ്പോൾ അപ്സര പറയാണ് സിബിൻ ചേട്ടൻ ഫുഡ് കഴിക്കണ്ട എന്ന് ഇന്നലെ സിബിൻ ചേട്ടൻ ഫുഡ് ഇന്നലെ ജാസ്മിൻ സംസാരിച്ച ജാസ്മിൻ പറയാണ് സിബിൻ ചേട്ടൻ ഇന്നലെ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കണ്ട എന്നുള്ള ലെവലിലാണ് എൻ്റെ സംസാരിച്ചത്. എൻ്റെ ഔദാര്യത്തിനോട് തിന്നും കുടിച്ചും അപ്സര പറയാണ് സിബിൻ ചേട്ടൻ ഫുഡ് കഴിക്കണ്ടെന്ന് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറയണം അങ്ങനെയല്ല, എൻ്റെ ഔദാര്യത്തിൽ നീ ഇവിടെ തിന്നും കുടിച്ചു ഇവിടെ നടന്നോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ സിബിൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗബ്രി പറഞ്ഞു എടാ പറഞ്ഞുടാ നീ അങ്ങനെ പറഞ്ഞു. അപ്പോൾ സിബിൻ പറയാണ് നീ ലോകം കണ്ട വലിയ കള്ളിയാണടി, വലിയ കള്ളി, നീ എൻ്റെ ഗണത്തിൽപ്പെടുന്ന ആളേ അല്ല, വാ തുറന്നാൽ പച്ചക്കളമേ പറയുള്ളൂ, സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ മുന്നിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഹുഡീസൊക്കെ എടുത്ത് ഇങ്ങനെ മൂടിയിടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് സിബിൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗണത്തിൽപ്പെടുന്ന ആളല്ല. സംഭവം ചിലപ്പോൾ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഗണം എന്നുള്ളത് ജാതിയാണോ അതോ അതിൻ്റെ എന്താണെന്നുള്ള കാര്യം ഇത് പുറത്തു വരുന്ന ഔട്ട്പുട്ട് പല രീതിക്കാണ്. അപ്പോൾ ജാസ്മിൻ പറയണ എടാ എനിക്ക് നിന്നെ പുച്ഛിക്കാൻ പോലുമുള്ള അർഹത ഉണ്ടല്ലോ, ആ അർഹത പോലും നിനക്കില്ല. അപ്പോൾ സിബി പറയണ നീ പോയി പ്രേമം കളിച്ച് എവിടെയെങ്കിലും ഇരിക്കും, അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് നിനക്ക് മോട്ടിവേഷൻ തരും. ശരണ്യ പറയണ 16 പേരും കൂടി ഒരിടത്ത് നിൽക്കണമെങ്കിൽ അതിന് വേണം ബുദ്ധി. ഓക്കെ നീ നീ ഇവിടെ കിടന്ന് പ്രൊവോക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ശരണ്യയും ഗബ്രിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. സിബിൻ പിന്നീട് പറയാണ് ഗബ്രി അച്ചാർ എന്തായാലും റെഡിയായി, കാരണം ശരണ്യ എടുത്തിട്ട് പൊരിക്കുകയാണ് ഗബ്രി അച്ചാർ റെഡിയായിട്ടോ ഗബ്രി അച്ചാർ. ശ്രീതു പിന്നീട് പറയാണ് കൊണ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമൊന്നും ആവില്ല കേട്ടോ ഗബ്രി കൊണ പറയണ്ട. അപ്പോൾ ജാസ്മിൻ പറയാണ് അഭിഷേക് ശ്രീകുമാർ ഇങ്ങനെ മൂട് താങ്ങി സംസാരിച്ചുകൊണ്ട് നടന്നോ? ആരുടെ? സിബിൻ്റെ. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയാണ് ആരാ മൂട് താങ്കളുടെ കാര്യം പറയുന്നത്, ആരാ മൂട് താങ്ങുന്നത്? ഞാൻ പറയട്ടെ, ഈ പറയുന്ന ജാസ്മിൻ പറഞ്ഞ ഈ മൂട് താങ്ങൽ എന്ന് പറയുന്ന വേർഡും തെറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ പറയാണ് ഞാൻ ഫുഡിൻ്റെ കാര്യം ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് മുറിയിലിട്ട് പൂട്ടുന്ന കേസാണ് ഈ ഗബ്രി എൻ്റെ അടുത്ത് പറഞ്ഞത്, മുറിയിലിട്ട് പൂട്ടുന്നു എന്നുള്ള കേസ് ഗബ്രി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് പവറില്ല, നിങ്ങൾക്ക് പവറില്ല എന്നുള്ള ലെവൽ എൻ്റെ സംസാരിച്ചു. അപ്പോൾ ജിൻഡോ പറയാണ് ഫുഡ് കഴിക്ക് ജാസ്മിനെ, ഫുഡ് കഴിക്കുക. ജാസ്മിൻ പറയാണ് ജിൻഡോ ഡ്രാമ ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടല്ല, കൂടുതൽ ഡ്രാമയൊന്നും വേണ്ട. ജാസ്മിൻ പിന്നീട് ഗബ്രിയെ പോയി ഹഗ് ചെയ്യുന്നു. എന്നിട്ട് ഗബ്രി എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് പോകും, അപ്പോൾ നീ എന്നെ ഒന്ന് മാനേജ് ചെയ്തോണം, എനിക്ക് കൺട്രോൾ പോയി നിൽക്കുകയാണ്. അപ്പോൾ വീട്ടുകാരിതൊക്കെ കണ്ടു ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോറ ഉറങ്ങുന്നു, പട്ടി കുരയ്ക്കുന്നു. അപ്പോൾ പവർ റൂം ഡിസ്കഷൻ എടുക്കുകയാണ്. നെക്സ്റ്റ് റൂം നമുക്ക് ലോക്ക് ചെയ്തിട്ട് ബ്ലൈൻഡ്സ് ഇടുക എന്ന് ബിഗ് ബോസിൻ്റെ പറഞ്ഞാലോ? അപ്പോൾ സിബിൻ പറയാണ് മോളെ നോറ നീ വന്ന് മാപ്പ് പറഞ്ഞ് എല്ലാവരും ഇവിടെ ഉണ്ട്, നീ വന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആകും, ഇല്ലെങ്കിൽ നിനക്ക് ശിക്ഷ തരണമെന്ന് എല്ലാവരും പറയും. അപ്പം നോറ പറയണം എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ദേഷ്യത്തിൽ ഞാൻ നിൽക്കുകയാണ് സിബിൻ ചേട്ടാ. അപ്പം സിബിൻ പറയണം ഓക്കെ മോളെ നീ കിടന്നോ എന്നാണ്. അപ്പം സിബിൻ എന്ത് പറ്റി നോറ എടുത്ത് മാത്രം ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പൂജ പറയാണ് നോറയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കട്ടാവും, ശിക്ഷ നോറയ്ക്ക് ഋഷിയാണ് വിധിക്കുന്നത്. കിലുക്കം മൂവിയിലെ രേവതിയെ പോലെ കോട്ടപ്പട്ടണം അഭിനയിച്ചുകൊണ്ട് ഉച്ച മുതൽ വൈകിട്ട് വരെ നടക്കുക ഹാപ്പി ആയിട്ട്. അപ്പോൾ നോറ പറയണം എനിക്ക് രേവതിയായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല, എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, ഞാനിപ്പോൾ ഹാപ്പി അല്ല.
അപ്പോൾ അപ്പോൾ അവിടെ ഋഷി പറയണം, അപ്സര നിനക്ക് എല്ലാ അഭിനയവും അറിയാമെന്നുള്ളതല്ലേ, അത് ഒന്ന് നോറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഋഷി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സ്ട്രെസ് ആവുകയാണ്. കാരണം നിനക്കെല്ലാ അഭിനയവും അറിയുന്നതല്ലേ എന്ന് ആക്കിയിട്ട് അപ്സരയെ പറയുന്നു. ഓക്കെ, അപ്സരയ്ക്ക് അത് കത്തുന്നുണ്ടോ എന്നറിയത്തില്ല. അപ്പോഴാണ് നോറ, കുറച്ച് കഴിഞ്ഞിട്ട് നോറ, വേറെ ഉള്ളവരോട് ഉറങ്ങിയപ്പോഴൊന്നും ശിക്ഷ ഞാൻ കണ്ടിട്ടില്ല. അപ്സര പറയണേ, ജാസ്മിൻ ഉറങ്ങിയപ്പോൾ നമ്മൾ പവർ ടീം വന്നപ്പോൾ നമ്മളെ ശിക്ഷ കൊടുത്തു. അപ്പോൾ നോറ പറയണം, അപ്പോൾ ജാൻമണി ഉറങ്ങിയപ്പോഴോ ശിക്ഷ കൊടുത്തായിരുന്നോ? കിടന്നുറങ്ങി നടന്ന ഒരാളെയല്ലേ നിങ്ങൾ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത്? അപ്പോൾ ജിൻഡോ പറയണത്, നീ പയ്യെ സംസാരിച്ച് കഴിഞ്ഞാലേ ഇവിടെ കേൾക്കാൻ പറ്റത്തുള്ളൂ, കേട്ടല്ല, നിൻ്റെ ഒച്ചയൊന്നും ഇവിടെ എടുക്കണ്ട, എല്ലാവർക്കും ഇവിടെ സൗണ്ട് ഉണ്ട്. അപ്പോൾ നോറ പറയണ, വലിയ മാസൊന്നും അങ്ങോട്ട് കാണിക്കേണ്ട, വലിയ മാസമാണെന്നാണ് ജിൻഡോ ചേട്ടാ നിങ്ങളുടെ വിചാരം, നിങ്ങളൊരു മാസമല്ല. അപ്പോൾ ശരണ്യ പറയാണ്, തനിയെ കിടന്ന് ഉറങ്ങിയത് കറക്റ്റ് ആണോ? ആ റൂമിൽ പോയി തനിയെ കിടന്നുറങ്ങിയത് കറക്റ്റ് ആണെന്നാണോ നോറ പറഞ്ഞു വരുന്നത്? അപ്പം നോറ ജിൻഡോ എടുത്ത് പിന്നീട് പറയുകയാണ്, ഞാൻ മിണ്ടാതെ പോയതാണ് ജിൻഡോ ചേട്ടാ, ഇങ്ങളാണ് വന്ന് ഇൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ വന്നത്. അപ്പോൾ ജിൻഡോ പറയാണ്, അഭിനയം വേണ്ട നോറ, അഭിനയം വേണ്ട. അപ്പോൾ ജാസ്മിൻ പറയാണ്, നീയാണല്ലേ അഭിനയം കാണിക്കുന്ന, നീയാണല്ലേ നോറ, ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞിവിടെ അഭിനയം കാണിക്കുന്ന ആരാ നോറ? അപ്പോൾ നോറ പറയും, ഇപ്പം എനിക്കിവിടെ മനസ്സിലായൊരു കാര്യം, ജാസ്മിൻ, ഗബ്രി, നോറ ഇവർ 3 പേരും ജിൻഡോക്കെതിരെ ഒറ്റക്കെട്ടായിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോറ പറഞ്ഞു, ശരിയാണ്. അപ്പോൾ പെട്ടെന്ന് സായി അവിടെ നിന്ന് ചാടി എന്നിട്ട്, എൻ്റെ കയ്യിലൊരു കീ ഉണ്ട്, ആർക്കെങ്കിലും വേണോ, ഇവിടെ നിങ്ങൾ വഴക്ക് കൂടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ, ആർക്കെങ്കിലും ജെന്നി കയറി ഞാൻ കൈ തരാം എന്നിങ്ങനെ പറയുന്നു. പിന്നീട് നന്ദനയും അഭിഷേക് ജയദീപും കൂടെ ആയിട്ടുള്ള ഒരു വഴക്കാണ്. നന്ദന ജയദീപിൻ്റെ പറയാണ്, നട്ടല് നിവർത്തി നിൽക്കണം. അപ്പോൾ ജയദീപ് പറയണത്, അങ്ങനെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീ പറയണ്ട. അപ്പോൾ നന്ദന പറയണത്, നീ മാറി നിൽക്കടാ, എൻ്റെ അടുത്തോട്ട് വരാൻ നീ മാറി നിൽക്കുക. അപ്പോൾ ജയദീപ് പറയണത്, നിനക്ക് മാത്രമല്ല നാക്കെന്നുള്ള കാര്യം നീ ആലോചിച്ചോ, കേട്ടല്ലോ. അപ്പോൾ നന്ദന പറയണത്, കുറേ പേരുടെ മൂടും താങ്ങി നടക്കുന്നുണ്ട്. ആരുടെ മൂട് താങ്ങിയാടി ഞാൻ നടക്കുന്നത്? അപ്പം നന്ദന പറയാണ്, വന്നപ്പോൾ തൊട്ട് നീ ഇവനെ ചൊറിയാൻ നിൽക്കുകയാണ്, നീ ആരും നിവർന്ന് നിന്ന് കളിക്കടാ. അപ്പോൾ അഭിഷേക് ജയദീപ് പറയാണ്, എന്നെ നിവർന്ന് നിന്ന് കളിക്കാനാണ്, എൻ്റെ വായിന്ന് നീ വല്ലതും കേൾക്കും, കേട്ടല്ലോ. അപ്പോൾ നന്ദന പറയാണ്, അപ്പോൾ ജിൻഡോ ആയിരുന്നു, എന്താ സംഭവം? അപ്പം നന്ദന പറയാണ്, ഇവന് സൂക്കേടാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം. ജയദീപ് നല്ല വഴക്കാണ്, എനിക്ക് തൊണ്ട സ്ട്രെയിൻ എടുക്കാൻ വയ്യാത്തതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ജയദീപ് പറയണം, അത് ഞാനിവിടെ പൂമാനമേ എന്ന പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇവൾ പറഞ്ഞു ഞാൻ ഇവളെ പാടുന്നതാണെന്ന്. അപ്പോൾ നന്ദന പറയണം, പൂമാനമേ എന്നെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്കും ഇതുപോലെ പാട്ട് പാടാൻ അറിയാം, പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ ആരെയും കരയിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജയദീപ് പറയണം, അല്ല, ഒന്ന് തുമ്മിയാൽ പോലും കരയുന്ന ആളാണ് ഞാനെന്ന് ഇവിടെ പറഞ്ഞു. അപ്പം നോറ ഈ സംഭവങ്ങളൊക്കെ കണ്ട് പുറത്തൊരു ഭയങ്കര ചിരിയെ. എന്നിട്ട് പറയണേ, കൊള്ളാം, ഒരു ജാക്കറ്റ് എനിക്ക് തന്നേ എന്ന് ജയദീപിൻ്റെ പോയി പറയുന്നു. എന്നിട്ട് ക്യാമറ നോക്കിയിട്ട് പറയണം, അട്ടർ ഫേക്കാണ് ഇവിടെ കാണിക്കുന്നത്, അട്ടർ ഫേക്ക്. രേവതിയായിട്ട് ഞാനിവിടെ കുറേ, ഇപ്പം ഞാൻ രേവതി ആവുമല്ലോ കിലുക്കത്തിലെ, അപ്പോൾ എന്നിട്ട് ഞാനിവിടെ കുറേ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും, നോക്കിക്കോ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ. എന്നിട്ട് പിന്നീട് അഭിഷേക് ജയദീപും നോറയും കൂടി നന്ദനയും കൂടെ അഭിഷേക് ജയദീപ് പറയാണ്, കിലുക്കം ഡ്രസ്സ് ഇവിടെ വേറെ ആർക്കും കൊടുക്കണ്ട, ഈ നന്ദനയ്ക്ക് കൊണ്ട് കൊടുത്താൽ നല്ല ചേരും. പിന്നീട് നോറ കിലുക്കത്തിലെ രേവതിയായിട്ട് ജാസ്മിനെ വിളിച്ചോണ്ട്, ജാസ്മിനെ കുഴങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു, ജാൻമണിയുടെ അടുത്തോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറയണേ, ജാൻമണി എന്താണ് ജാസ്മിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞത്? അപ്പോൾ ജാൻമണി ഒരു കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നോറ അവർക്കൊക്കെ ആയിട്ട് പണിയണേ. ശരണ്യ ചേച്ചി എന്താ ഗബ്രിയെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത്, മാറിയിരുന്ന ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തുവാണ്. അപ്പോൾ സിബിൻ പറയാണ്, ശരണ്യെ നീ പോയി പവർ റൂമിൽ ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും എന്നുള്ള രീതിക്ക് ശരണ്യെ ഇളക്കി വിടാൻ നോക്കുന്നു. പിന്നീട് നോറ ജാസ്മിൻ്റെ അടുത്ത് പറയാണ്, എന്തോന്ന് പവർ ടീമിനെ പറ്റി എന്താണ്, രേവതി ക്യാരക്ടറായിട്ടാണ്, പവർ ടീമിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ് ജാസ്മിനെ? സൂപ്പർ, റെസ്പെക്റ്റ്, മാനുഷിക പരിഗണന എല്ലാം ഉണ്ട്. അതിനുശേഷം നോറ ഡാൻസ് കളിപ്പിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, ജമ്പ് ചെയ്യിപ്പിക്കുന്നു. ആര്? പവർ ടീം. പിന്നീട് നോറ എല്ലാം കഴിഞ്ഞിട്ട് എത്ര അട്ടർ ഫേക്കാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിങ്ങനെ നടക്കുന്നത്. പിന്നീട് ശരണ്യയും സിബിനും കൂടി പവർ റൂമിൽ പോയി എന്നിട്ട് പറയാണ്, പവർ ടീമിൻ്റെ അധികാരം വെച്ചിട്ട് മെയിൻ ഡോറ് ലോക്ക് ചെയ്യണം എന്ന് പറയാണ്. സിബിൻ ക്യാമറ എടുത്ത് ലോക്ക് ചെയ്യുന്നില്ല. സിബിൻ ക്യാമറ എടുത്ത് നോക്കിയിട്ട് പറയാണ്, പവർ റൂം ലോക്ക് ചെയ്യുക ബിഗ് ബോസ്. ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കുക, നമ്മളാണ് പവർ ടീം. ബിഗ് ബോസ് ലോക്ക് ചെയ്യുന്നില്ല, നമ്മളാണ് പവർ ടീം. ഇത് ബാഡ്ജൊക്കെ കണ്ടില്ലേ, ലോക്ക് ചെയ്യും. ബിഗ് ബോസ് കേൾക്കാനില്ല. ഇതേ സമയം അർജുനും റസ്മിനും അപ്സരയും ഗബ്രിയും ശ്രീതുവും ജാസ്മിനും കൂടി റൂമിലിരിക്കുവാണ്, ഡെന്നിലിരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഇവർ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ലോക്കാവുന്നു. പവർ റൂമും ലോക്കാവുന്നു. അതിനകത്ത് സിബിനും ശരണ്യൊക്കെ പെട്ടും പോകുന്നു. നോറയാണെങ്കിൽ വീട്ടിൻ്റെ പുറത്തും വിട്ടു പോകുന്നു. എല്ലാ ഡോറും ലോക്കാവുന്നു. അപ്പോൾ ഋഷി പറയണം, ബിഗ് ബോസെ ഡോർ തുറന്നു തരും. അപ്പോൾ സിബിനും ശരണ്യയുടെ പറയണം, ബിഗ് ബോസെ നമ്മൾ കളിച്ചതല്ല, ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, ഡോറ് തുറന്നു തരുമോ?
അപ്പോൾ ജിൻഡോ കുറേ നേരം ഇവർ ഡോർ തുറക്കുമ്പോൾ തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ ഇവർ തന്നെ പെട്ടു, ഇവർ കുഴിച്ച കുഴിയിൽ ഇവർ തന്നെ പെട്ടു. അപ്പം ജിൻഡോ പറയാണ് ബിഗ് ബോസ് ഇവർക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, ക്യാപ്റ്റനായിട്ടുള്ള ഞാൻ പറയാണ് തുറക്കൂ എന്ന് പറയുന്നു. തുറക്കുന്നു. അപ്പോൾ അതിനുശേഷം മെയിൻ ഡോർ തുറന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അതും തുറക്കുന്നു മനഃപൂർവ്വം. അതിനുശേഷം നോറയും സിബിനും അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയ്ദീപ്, പിന്നെ സായി, ഇവരെല്ലാവരും കൂടെ റൂമിൽ, നന്ദൻ, അൻസിബ ഇവരൊക്കെ റൂമിലിരിക്കുന്ന സമയത്ത് നോറ പറയാണ് സ്വന്തമായിട്ടൊന്നുമില്ല, ബാക്കിയുള്ളവരത് കോപ്പി അടിച്ച് ജിൻഡോ ഇവിടെ വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ജിൻഡോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കിട്ടിയോ എന്നിങ്ങനെ നോറയെ ചോദിക്കുന്നു. റിയലായിട്ട് ഫാർട്ട് ചെയ്യുന്നു, ജിൻഡോ ഫാർട്ട് ചെയ്യുന്നു. അപ്പം നോറ അയ്യേ എന്തോന്ന്, അയ്യേ ഇങ്ങനെയാണോ, ഇതാണ് നിങ്ങളുടെ നിലവാരം, കൊള്ളാം നിങ്ങളുടെ നിലവാരം. നോറ അവിടെ നിന്ന് അപ്പം എല്ലാവരും അയ്യോ വാതിൽ തുറന്നിട്ട് നാറ്റം. അങ്ങനെ നോറ നേരെ എഴുന്നേറ്റ് പോയി അപ്പുറത്ത് റൂമിൽ പോയി പറയുന്നു അയാൾ അവിടെ നിന്ന് മനഃപൂർവ്വം ഫാർട്ട് ചെയ്ത് എന്ത് നിലവാരമുള്ള ആളാണിത്. അപ്പോൾ വീട്ടിലെല്ലാവരും അറിയുന്നു, എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ ഋഷി പറയുന്നു ജിൻഡോ സ്ഥിരം ചെയ്യുന്നതാണ് ഇങ്ങനെ, ഞാൻ എപ്പോഴും കാണാറുണ്ട്, ജിൻഡോ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ജാസ്മിനെ പറയുന്നത് ഇനി നിൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പോൾ നിൻ്റെ അടുത്ത് അങ്ങനെയല്ല, അപ്പം നീ ആ വില കൊടുത്താൽ മതി, ആ പൂവിൻ്റെ വില മാത്രം നീ കൊടുത്താൽ മതി, അയാൾക്ക് ആ വിലയേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് നോറ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് പറയണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ക്യാപ്റ്റനോട് ഞാൻ ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ എനിക്ക് തന്ന മറുപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ വിട്ടത്. അപ്പോൾ അതാണോ ക്യാപ്റ്റൻ്റെ സ്റ്റാൻഡേർഡ്? കൊള്ളാം, ഇങ്ങനെയാണോ പബ്ലിക്കായിട്ട്, ഇങ്ങനെയാണോ സിബിൻ ചേട്ടാ പവർ റൂമല്ലേ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് തെറ്റ് തന്നെയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് നേരെ പോയി അൻസിബ പോയി ജിൻഡോയുടെ പറയണം നിങ്ങൾ ആ കാണിച്ചത് ശരിയായില്ല, എന്നിട്ട് കിട്ടിയോ, ഇതാണ് എൻ്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, സിബിൻ വന്നിട്ട് നിങ്ങൾ പോയി അവളെ സോറി പറ, പ്രശ്നം അങ്ങ് തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ സിബിൻ പോയി ഇടപെട്ടുകൊണ്ട് ജിൻഡോയെ വിളിച്ചുകൊണ്ട് പോയി നോറ എടുത്ത് സോറി പറയിക്കുന്നു. ഇല്ലെങ്കിൽ നോറ ഇത് കുത്തിപ്പൊക്കുമെന്ന് സിബിന് നല്ലതുപോലെ അറിയാം. ജിൻഡോയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണക്കി കഴിഞ്ഞാൽ ശരിയാവൂല എന്ന് ആർക്കറിയാം, സിബിനറിയാം. അതിനുശേഷം സോറി പറയിക്കുന്നു. വീണ്ടും ഇവരുടെ ചലഞ്ചിങ് ടാസ്ക് 2 വരുന്നു, കനകാട്ടം. വേറൊന്നുമല്ല, തലയിലൊരു കുടം വെക്കണം, കയ്യിൽ രണ്ടിലും കുടം വെച്ച് ഇങ്ങനെ ഗാർഡൻ ഏരിയയിൽ മുട്ടുമടക്കാതെ കുറേ നേരം ഇങ്ങനെ മാക്സിമം നേരം നിൽക്കണം. ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന ആൾ ആരാണോ, അവർ ഏത് ടീമിലാണോ ഉള്ളത് അവർക്കാണ് 2 പോയിൻറ്റ്, തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് 1 പോയിൻറ്റ്, തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് 0 പോയിൻറ്റ്. അങ്ങനെയാണ്. അങ്ങനെ നെക്സ്റ്റ് ടീം അവസാനം എല്ലാവരും ആദ്യമൊക്കെ പയ്യെ പോകുന്നു. അഭിഷേക് ശ്രീകുമാർ, സായി, ഗബ്രി ഇവർ 3 പേരും പിടിച്ചു നിന്ന് അവസാനം ഗബ്രിയുടെ കയ്യിൽ നിന്ന് വീഴുന്നു. അപ്പോൾ അഭിഷേക് ശ്രീകുമാറും സായി ഒരു ടീം ആയതുകൊണ്ട് അവരുടെ ടീമാണ് ജയിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ടീമിന് ഫസ്റ്റ് ഡെന്ന് ടീമിന് സെക്കൻഡ്, ടണൽ ടീമിന് തേർഡ്. അപ്പോൾ നെക്സ്റ്റിന് ഇന്ന് കിട്ടിയത് 2 പോയിൻറ്റ്, ഡെന്നിന് ഇന്ന് കിട്ടിയത് 1 പോയിൻറ്റ്, ടണലിന് ഇന്ന് കിട്ടിയത് 0 പോയിൻറ്റ്. അപ്പോൾ ടോട്ടൽ പോയിൻറ്റ്സ് നോക്കുമ്പോൾ നെക്സ്റ്റിന് ഇന്നലത്തെ 0 പോയിൻറ്റും ഇന്നത്തെ 2 കൂടെ ചേർത്ത് 2 പോയിൻറ്റ് ടോട്ടൽ. ഡെന്നിന് ഇന്നലത്തെ 1 പോയിൻറ്റും ഇന്നത്തെ 1 പോയിൻറ്റും കൂടെ ചേർത്ത് 2 പോയിൻറ്റ്. ടണലിന് ഇന്നലത്തെ 2 പോയിൻറ്റും ഇന്നത്തെ 0 പോയിൻറ്റോട് ചേർത്ത് 2 പോയിൻറ്റ്. 2-2-2 ടൈ ആണ്, 3 ടീംസും ടൈ ആണ്. അതിനുശേഷം പിന്നീട് പ്ലസ് എപ്പിസോഡാണ്. പ്ലസ്സിൽ രാത്രി അർജുൻ കിടന്നുറങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് വന്ന് ശരണ്യ, അപ്സര, ശ്രീതു, റസ്മിനൊക്കെ ആശ്വസിപ്പിക്കുന്നു. വീട്ടിലെ കാര്യം ആലോചിച്ചാണ് കരയണേന്നൊക്കെ അർജുൻ നമ്മുടെ ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നു. അതിനുശേഷമാണ് മോർണിംഗ് ടാസ്ക് കാണിക്കുന്നത്. മോർണിംഗ് ടാസ്കിൽ നമുക്ക് ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന് ചോദിക്കുകയാണ്. ജിൻഡോ ഞാൻ ജാസ്മിൻ കുളിക്കാത്തതുകൊണ്ട് ജാസ്മിന് സോപ്പ് കൊടുക്കും. അൻസിബ ഞാൻ റസ്മിന് ഒരു സ്പോഞ്ച് ബോൾ കൊടുക്കും ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി. ജാസ്മിൻ ഞാൻ ശ്രീരേഖയ്ക്ക് ഒരു സ്ലേറ്റും ബുക്കും കൊടുക്കും, കാരണം അവർക്ക് നിലപാട് ഏതൊക്കെ ഏതാണെന്ന് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അഭിഷേക് ജയ്ദീപ് ഞാൻ ജാസ്മിന് ഒരു സ്റ്റാൻഡ് കൊടുക്കും, കാരണം ഇപ്പോൾ ഒരു നിലപാടില്ല. അർജുൻ ഞാൻ ഋഷിക്ക് ഒരു സ്വർണ്ണ സ്പൂണും നിപ്പിൾ ബോട്ടിലും കൊടുക്കും, അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഋഷിയുടെ അവസ്ഥ. പൂജ ഞാൻ ജിൻഡോയ്ക്ക് ഒരു ചന്ദനത്തിരി കൊടുക്കും, കാരണം സിഗരറ്റ് കത്തിച്ച് വലിക്കാതിരിക്കാൻ. ഋഷി ഞാൻ അർജുനൊരു മേക്കപ്പ് റിമൂവർ കൊടുക്കും, കാരണം ഒരുപാട് ഇപ്പം അങ്ങോട്ട് മെഴുകി വാരുന്നുണ്ട്, അതങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട്. സായി ഞാൻ ഋഷിക്ക് ഒരു ലൈവ് ഡിറ്റക്ടർ കൊടുക്കും, കാരണം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. ജാൻമണി ഞാൻ അൻസിബയ്ക്ക് ഒരു ടേപ്പ് റെക്കോർഡർ കൊടുക്കും, കാരണം അവൾക്കത് വേണം, നല്ല പാട്ടൊക്കെ കേട്ടിരിക്കട്ടെ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ജാസ്മിൻ ജിൻഡോ ഇഷ്യൂ സംസാരിക്കുന്നത്. ഇവിടെയാണ് സിബിൻ പെടാനും പോകുന്നത്. പക്ഷേ സിബിൻ അവിടെ നിന്ന് ഊരുന്നു. മീറ്റിംഗ് എല്ലാവരും ഉണ്ട് ലിവിങ് റൂമിൽ. ജാസ്മിൻ പറയാണ് ക്യാപ്റ്റന് റെസ്പെക്റ്റ് കൊടുക്കണമെന്ന് ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു ക്യാപ്റ്റനെ ഞാൻ പുള്ളി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ റെസ്പെക്റ്റ് കൊടുത്തില്ല എന്ന്. പുള്ളി എന്ന് വിളിക്കുന്നത് ഒരു മോശം വേർഡല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ക്യാപ്റ്റൻ ഇന്നലെ നിങ്ങൾ എല്ലാവരും മുമ്പിൽ വെച്ച് ഇവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാലയെ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിസ്റെസ്പെക്റ്റ് ആണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ നോറ പിന്നീട് റൂമിൽ കിടന്ന് പറയാണ് കാല് വാരി നിലത്തടിക്കുമെന്ന് പറയുന്നു, പുള്ളി എന്ന് വിളിക്കുന്നത് വലിയ പ്രോബ്ലം ആണെന്ന് പറയുന്നു, എൻ്റെ കാര്യം മാത്രമേ ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമല്ല എന്ന് പറയാണ്.
അപ്പോൾ ജാസ്മിൻ പറയാണ് ബാത്റൂമിൻ്റെ കേസിൽ സിബിൻ എൻ്റെ അടുത്ത് ജോലി ചെയ്യേണ്ട, നീ ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്നിട്ട് എടി നീ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്ന് ഇവിടെ നടക്കുന്ന ക്യാപ്റ്റൻ പറഞ്ഞു. അതും തെറ്റാണ്. അപ്പോൾ ജിൻഡോ പറയാണ് റസ്മിൻ 2 ദിവസം ജാസ്മിൻ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉപദ്രവിക്കാത്തത്. അതിനുശേഷം ടാസ്ക് ലെറ്റർ എടുത്തുകൊണ്ടെന്ന് ജിൻഡോ ചേട്ടാ, ജിൻഡോ കാക്ക നിങ്ങളാണ് കൊണ്ടുവയ്ക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ തന്നെയാണ് കൊണ്ടുവയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അധികാരം കാണിച്ചപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ശപിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജോയിൻസ് ഒക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ വീട്ടുകാർ മൊത്തം ചിരിയാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ് പേഴ്സണലി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ പറഞ്ഞിരുന്നു ക്യാപ്റ്റൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പേഴ്സണലി പറയണം എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ക്യാപ്റ്റൻ പട്ടം കിട്ടിയതിന് ശേഷമാണ് ഞാൻ വന്ന് ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ജിൻഡോ പറയാണ് നീ ഇടയ്ക്കിടെ ഞാൻ നിന്നെ ഇടിക്കുമെന്ന് പറഞ്ഞത് കാര്യമായിട്ടൊന്നും അല്ല. ഞാൻ കാലേ വരെ നിലത്തടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിലത്തടിക്കുമോ? അത് നമ്മളൊരു ഭംഗിക്ക് പറയുന്ന ഒരുപാട് പോലെ ഞാൻ എന്താ സൂപ്പർമാനാണ് അടിക്കാൻ? നീ എന്നെ ജിൻഡോ കാക്കായ പട്ടം പറപ്പിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ നീ എന്നെ പറത്തോ? ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പം ഈ കേസിൽ നിങ്ങൾ ആരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കുകയാണ്. അൻസിബ ജിൻഡോയുടെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അൻസിബ, അഭിഷേക് ശ്രീകുമാർ, ഗബ്രി, സായി, ജാൻമണി, ഋഷി, സിബിൻ, നന്ദന, ശ്രീരേഖ ഇവരിത്രയും പേര് ജിൻഡോയുടെ കൂടെ നിൽക്കുന്നു. ജാസ്മിൻ്റെ കൂടെ അഭിഷേക്, ജയദീപ്, റസ്മിൻ, അർജുൻ, അപ്സര, പൂജ ഇവരിത്രയും പേര്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ജിൻഡോയുടെ കൂടെ നിൽക്കുന്നുണ്ട്. ജിൻഡോ കുറ്റവിമുക്തനാണ്. പവർ റൂം ഡിസ്കസ് ചെയ്ത് സിബിൻ പറയണേ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ജിൻഡോ കുറ്റക്കാരനല്ല, പക്ഷേ പൊതുവേദിയിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് മെഴുകിവായിരുന്നു. പക്ഷേ ജിൻഡോയുടെ അടുത്ത് ഈ വേർഡ് പറഞ്ഞു വിട്ടത് ആരാണ്? നമ്മുടെ സിബിനാണ്. പക്ഷെ സിബിൻ ആ കാര്യം പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ പെടും. ജിൻഡോയ്ക്ക് ഇവിടെ ശിക്ഷ വേണം, ശിക്ഷ കൊടുക്കണം എന്ന് സിബിൻ പവർ റൂമിനകത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജിൻഡോയ്ക്ക് ശിക്ഷ കിട്ടിയേനെ. ജിൻഡോയ്ക്ക് ശിക്ഷ അവർ കൊടുത്തേനെ. പക്ഷേ ജിൻഡോയ്ക്ക് ശിക്ഷ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോ വിളിച്ച് പറയും എൻ്റെ അടുത്ത് ഇത് പറയാൻ പറഞ്ഞത് ആരാണ്? സിബിനാണ്. അപ്പോൾ സിബിനും പെടും. വീട്ടുകാർ ഫുള്ള് സിബിനെ തനി നേരം തിരിച്ചറിയും. അപ്പം ഇവനെ കുറ്റവിമുക്തനാക്കുന്നു. പിന്നീട് രാത്രിയുള്ള സ്ഥിരം പല്ലവി സംസാരങ്ങളൊക്കെയാണ്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ ജിൻഡോയും സിബിനും കൂടെ ഒത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ആണെങ്കിൽ പവർ റൂമിനെ താങ്ങി കളിക്കുകയാണ്. ഈ ലെവലിൽ മാറി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഗെയിമിൽ വരത്തുള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ ഫ്രൈഡേ വരെ ആക്റ്റീവ് കുറവായിരിക്കും. എപ്പിസോഡ് റിവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് എക്സാമാണ്. ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിയും. 2 ദിവസം കൂടെ നിങ്ങൾ ക്ഷമിക്കുക. അതിനുശേഷം പഴയതുപോലെ ലൈവ് അപ്ഡേറ്റും നമ്മുടെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാൻ പഴയതുപോലെ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് തോന്നിയെന്നുള്ളത് മസ്റ്റായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.